സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കമലേഷ്, മറ്റ് ജില്ലകളിലെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. കാറ്റിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സിജു, തീർച്ചയായും മഴ കനക്കുക തന്നെയാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. രാവിലെ തൊട്ട് ഇന്ന് രാവിലെ ഉൾപ്പെടെ ഈ റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല. വിവിധ ജില്ലകളിൽ 4 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് ഉള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. എന്നാൽ രാവിലെ തൊട്ട് നല്ല മഴ തന്നെയാണ് ഈ ജില്ലകളിൽ. പ്രധാനപ്പെട്ട ഈ ഉത്തര മലബാറിൽ, അതായത് ഉത്തര കേരളത്തിലാണ് പ്രധാനമായും ഈ നല്ല മഴ ലഭിക്കുന്നത്. ഇവിടങ്ങളിൽ തന്നെ, അതായത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ ഈ അതിശക്തമായ മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റെഡ് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ, അതായത് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് മറ്റ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഒന്നും ഇല്ലാത്തത് നിലവിൽ. ഏതായാലും കാറ്റും വളരെ ശക്തമായി 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലയ്ക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 19-ാം തീയതി വരെ കേരള തീരത്ത്, കർണാടക തീരത്ത് ഉൾപ്പെടെ മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ഇതോടൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നലെ തൊട്ട് കനത്ത മഴ തന്നെയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ ലഭിക്കുന്നത്. ശരി, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം, 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വിവരമാണിപ്പോൾ കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.